ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സബ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ സബ് കണങ്ങളായ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയെ പറ്റിയാണ്. ഇന്ന് നമ്മൾ ആറ്റത്തിനുള്ളിലെ ഒരു സബ് പാർട്ടിക്കിളായ ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് വഴിതെളിച്ച എക്സ്പെരിമെന്റ് ആണ് പഠിക്കുന്നത്. അത് വില്യം ക്രൂക്സ് എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ നടത്തിയ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് ആവശ്യമായ സാമഗ്രികളാണ് ഒരു ഗ്ലാസ് ട്യൂബ്, അതിന്റെ രണ്ട് അഗ്രഭാഗത്തും രണ്ട് ഇലക്ട്രോഡുകൾ അല്ലെങ്കിൽ ലോഹത്തകിടുകൾ. ഇവയെ ഹൈ വോൾട്ടേജുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിലെ വായുവിന്റെ മർദ്ദം ക്രമീകരിക്കാൻ വേണ്ടി ഒരു വാക്വം പമ്പും ക്രമീകരിച്ചിട്ടുണ്ട്. ഗ്ലാസ് ട്യൂബിനുള്ളിലെ ഒരു ഇലക്ട്രോഡ് ബന്ധിപ്പിച്ചിരിക്കുന്നത് നെഗറ്റീവ് എൻഡുമായിട്ടായിരിക്കും. ഈ നെഗറ്റീവ് എൻഡിന്റെ സൈഡിലുള്ള ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്നത് കാഥോഡ് എന്നും പോസിറ്റീവ് സൈഡിലുള്ള ഇലക്ട്രോഡിനെ വിളിക്കുന്നത് ആനോഡ് എന്നും ആയിരിക്കും. ഈ ഗ്ലാസ് ട്യൂബിനുള്ളിൽ നിറയെ എയർ അല്ലെങ്കിൽ വായു ആയിരിക്കും. നമുക്കറിയാം, വായു ഒരു ഇൻസുലേറ്റർ ആണ് അല്ലെങ്കിൽ വിദ്യുത് രോധിയാണ്. അതുകൊണ്ട് തന്നെ ഹൈ വോൾട്ടേജ് കൊടുത്തെങ്കിൽ പോലും ഇതുവഴി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യത്തില്ല, ഇലക്ട്രിസിറ്റി ഡിസ്ചാർജ് ആകത്തില്ല. അതിനുവേണ്ടിയാണ് ഇവിടെ നമ്മൾ വാക്വം പമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. വാക്വം പമ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ വായുവിന്റെ മർദ്ദത്തെ കുറയ്ക്കുക എന്നുള്ളതാണ്, വായുവിന്റെ മർദ്ദത്തെ ക്രമീകരിക്കാനാണ്. ഇതിനുള്ളിലെ മർദ്ദത്തിൽ വ്യത്യാസം വരുമ്പം ഇതുവഴി എന്ത് കടന്നു പോകും? ഇലക്ട്രിസിറ്റി കടന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ രണ്ട് ഇലക്ട്രോഡുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഈ ഇലക്ട്രോഡിന് ഇടയിൽ ഹോൾസ് ഇല്ല. എന്നാൽ ആനോഡ് എന്ന് പറയുന്ന ഇലക്ട്രോഡിന്, ഈ ലോഹത്തകിടിന് ഹോളുകളുണ്ട്. ഈ ആനോഡിന്റെ പുറകില് ആ ഗ്ലാസ് ട്യൂബിൽ സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന രാസവസ്തു പൂശിയിട്ടുണ്ട്. സിങ്ക് സൾഫൈഡ്. ഈ ഗ്ലാസ് ട്യൂബിനുള്ളിലെ മർദ്ദം ക്രമമായിട്ട് കുറയ്ക്കുമ്പോൾ തന്നെ ഈ സൈഡിൽ നിന്നും ഇലക്ട്രിസിറ്റി ഡിസ്ചാർജ് ആവുന്നുണ്ട്. അത് എങ്ങനെ തെളിയിക്കാമെന്ന് വെച്ചാൽ, ആനോഡിന് പുറകിൽ നമ്മൾ സിങ്ക് സൾഫൈഡ് പൂശിയിട്ടുണ്ടായിരുന്നു. ഈ സിങ്ക് സൾഫൈഡ് ഒരു ഇളം പച്ച കളർ ഉള്ളതുപോലെ തിളങ്ങും. അതിനർത്ഥം കാഥോഡിന്റെ സൈഡിൽ നിന്നും എന്തോ ഒരു റേസ് ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാഥോഡിൽ നിന്ന് വരുന്ന റേസ് ആണ് ഈ തിളക്കത്തിന് കാരണം എന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഈ റേസിനെ നമ്മൾ കാഥോഡ് റേസ് എന്നാണ് വിളിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്നാൽ, in 1875 William Crookes the physicist conducted experiments by passing electricity at a high voltage through a glass tube in which both sides are fixed with a metal plate as electrode. ഹൈ വോൾട്ടേജ് ഉള്ള 1875 വില്യം ക്രോക്സ് എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ഇരുവശത്തും ലോഹത്തകിടുകൾ അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ട് പരീക്ഷണങ്ങൾ നടത്തി. As air is an insulator, electricity does not pass through the air in the tube at normal pressure. വായു ഒരു ഇൻസുലേറ്റർ അല്ലെങ്കിൽ വിദ്യുദ്രോധി ആയതിനാൽ അസാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോവുകയില്ല. But when the tube was evacuated gradually, it was seen that electricity passed through it. Electric charge. നോക്കിയേ, ഇതിലെ വായു ഘട്ടം ഘട്ടമായിട്ട് നീക്കം ചെയ്താൽ അല്ലെങ്കിൽ മർദ്ദത്തിലെ വ്യത്യാസം വരുത്തിയാൽ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. When a perforated positive electrode was used, a light green glow was observed on the zinc sulfide coated glass wall behind it. സുഷിരങ്ങളുള്ള ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് ഉപയോഗിച്ചാൽ അതിന് പുറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയിൽ ഇളം പച്ച നിറമുള്ള ഒരു തിളക്കം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. The glow is due to the rays emitted from the cathode. ഗ്ലാസ് ട്യൂബിന്റെ ആനോഡിന് പുറകിലുള്ള സിങ്ക് സൾഫൈഡിന്റെ കോട്ടിൽ ഈ തിളക്കം അനുഭവപ്പെട്ടത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? The rays emitted, ഒരു റേ എമിറ്റ് ചെയ്തതുകൊണ്ടാണ്. The ray can to be known as cathode rays. ഈ റേസിനെയാണ് പിന്നീട് നമ്മൾ എന്തെന്ന് വിളിച്ചത്? കാഥോഡ് റേസ് എന്ന് വിളിച്ചത്. അടുത്തതായി പാഠപുസ്തകത്തിൽ നിങ്ങളുടെ അധിക വായനയ്ക്കായിട്ട് നൽകിയിരിക്കുന്നതാണ് ഈ നീല കോളം എന്ന് പറയുന്നത്, ഡിസ്കവറി ഓഫ് കാഥോഡ് റേസ്. In the first half of the 19th century itself, it was found that gases conducted electricity at a low pressure. മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. മൈക്കൽ ഫാരഡേ studied in the change that occur when electricity passes through gas at a low pressure. കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി മൈക്കൽ ഫാരഡേ ആദ്യം തന്നെ പഠിച്ചിരുന്നു. But the studies become very complicated due to the lack of efficient suction pumps and the difficulty in arranging the evacuated glass tubes. എന്നാൽ കാര്യക്ഷമമായ നിർവാത പമ്പുകളും സക്ഷൻ പമ്പ്സ് ഇല്ലാതിരുന്നത് ഈ പരീക്ഷണങ്ങൾക്ക് എല്ലാം ഒരു തടസ്സമായിരുന്നു. In 1854, Heinrich Gleiser developed discharge tubes and suction pumps. When modified Gleiser tube became available, Julius Flecker conducted various experiments using them. 1854 ഹെൻറിച്ച് ഗ്ലീസർ ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും വികസിപ്പിച്ചെടുത്തിരുന്നു. ഈ മെച്ചപ്പെട്ട ഗ്ലേസർ ട്യൂബുകൾ ലഭ്യമായതോടുകൂടി ജൂലിയസ് പ്ലക്കർ അതുപയോഗിച്ച് പല എക്സ്പെരിമെന്റ്സും നടത്തി. He found out that when electricity passes through the tube, a glow is formed on the opposite side of the cathode, and the position of this glow can be changed in the presence of magnet. ജൂലിയസ് പ്ലക്കർ പറഞ്ഞു, വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിലെ കാഥോഡിന്റെ എതിർവശത്തുണ്ടാകുന്ന ആ തിളക്കം എന്ന് പറയുന്നത് കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, മാഗ്നറ്റിന്റെ സാന്നിധ്യത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നും അദ്ദേഹം കണ്ടുപിടിച്ചു.
അടുത്തതായി മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് കാഥോഡ് റേസ് ആണ്, അല്ലെങ്കിൽ കാഥോഡ് രശ്മികളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ 4 പ്രധാനപ്പെട്ട സവിശേഷതകളാണ് കാഥോഡ് റേസിനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപ്പേക് ഒബ്ജക്ട് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പാത്ത് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻ. എന്ന് വെച്ചാൽ കാഥോഡ് രശ്മികൾ വരുന്ന പാതയിൽ അതാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒപ്പേക് ഒബ്ജക്ട് വെച്ചാൽ നിഴലുണ്ടാകും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകാം? കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവയ്ക്ക് നിഴലുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റിയത്. ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് പഠിക്കുന്നത് ഷാഡോ, ഒപ്പേക് ഒബ്ജക്ട് വെച്ചാൽ ഇതിൽ ഷാഡോ ഉണ്ടാകുന്നതിന് കാരണം ഈ കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ആണെന്നാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇഫ് എ സ്മോൾ പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദി കാഥോഡ് റേസ് ഇറ്റ് റൊട്ടേറ്റ്സ്. ദസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ഹാവ് മാസ്. പാഡിൽ വീൽസ് എന്ന് പറഞ്ഞാൽ ഇതളുകളുള്ള ചക്രം. ഈ കാഥോഡ് റേസ് വരുന്ന പാതയിൽ നേർത്ത ഇതളുകളുള്ള ഒരു ചക്രം വെച്ചാൽ അത് കറങ്ങുമെന്ന് മനസ്സിലാകും. ഇത് കറങ്ങണമെങ്കിൽ ഇതിൽ നിന്ന് കാഥോഡ് രശ്മികൾക്ക് മാസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാഡിൽ വീല് എന്ത് ചെയ്താൽ, റൊട്ടേറ്റ് ചെയ്താൽ അതിനർത്ഥം കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്നാണ്. ഈ 3 വാക്കുകൾ ഓർക്കണം. പാഡിൽ വീല് ഇതളുകളുള്ള ചക്രം വെച്ചപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്തെങ്കിൽ ഈ കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ പോയിന്റ്, when an electric field is applied on both sides of the rays, they are found to be attracted towards the positive side. From this, we can infer that cathode rays have a negative charge. എന്താണ് ഇതിന്റെ മീനിങ്? കാഥോഡ് റേസിന്റെ പാതയുടെ ഇരുഭാഗത്തുമായിട്ട് നമ്മൾ ഒരു വൈദ്യുത മണ്ഡലം അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സൃഷ്ടിക്കുമ്പോൾ ഈ വരുന്ന രശ്മികൾ കാഥോഡ് റേസ് പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാം. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവും റിപ്പൽ ചെയ്യുമെന്നും പോസിറ്റീവും നെഗറ്റീവും അട്രാക്ട് ചെയ്യുന്ന പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈഡിലോട്ട് ഈ കാഥോഡ് റേസ് വന്ന് അട്രാക്ട് ചെയ്യണമെങ്കിൽ കാഥോഡ് റേസിന് ഏത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നാലാമത്തെ പോയിന്റ് ആണ്, ദ പാത്ത് ഓഫ് ദി കാഥോഡ് റേസ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ. കാന്തിക മണ്ഡലത്തിൽ, മാഗ്നറ്റിക് ഫീൽഡിൽ ഈ കാഥോഡ് റേസിന് എന്ത് പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡിഫ്ലക്ഷൻ സംഭവിക്കും, അല്ലെങ്കിൽ വ്യതിയാനം സംഭവിക്കും എന്നാണ് നാലാമത്തെ പോയിന്റ്. The properties of the cathode rays do not change on changing the gas inside the tube or the metal with which the electrodes are made. ഡിസ്ചാർജ് എക്സ്പെരിമെന്റ് പഠിച്ചപ്പം പറഞ്ഞായിരുന്നു ഒരു ഗ്ലാസ് ട്യൂബും 2 ഇലക്ട്രോഡും ആയിരുന്നു അതിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ആ ട്യൂബിനുള്ളിലെ ഏത് ഗ്യാസ് മാറ്റിയാലും, ഗ്യാസ് മാറി വെച്ചാലും ആ ഇലക്ട്രോഡുകൾ മാറ്റിയാലും ഈ റേസിന് ഒരു മാറ്റവും സംഭവിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്? ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ആർ പ്രസന്റ് ഇൻ ഓൾ സബ്സ്റ്റൻസസ്. ദീസ് പാർട്ടിക്കിൾസ് ആർ ഇലക്ട്രോൺ. എന്താണ് മനസ്സിലാക്കുന്നത്? ഈ കാഥോഡ് റേസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾ എല്ലാ സബ്സ്റ്റൻസിലും ഉണ്ട്. ദീസ് പാർട്ടിക്കിൾസ് ആർ ഇലക്ട്രോൺ. പിന്നീടാണ് ഇതിനെ എന്തെന്ന് വിളിച്ചത്? ഇലക്ട്രോൺ എന്ന് വിളിച്ചത്. The ratio of electrical charge to mass of an electron, EM ratio, was determined by J.J. Thomson. ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തിയത് J.J. Thomson ആണ്. When scientists accept the studies done by Thomson on cathode rays, എന്താണ്, എല്ലാ സയന്റിസ്റ്റും J.J. Thomson കാഥോഡ് റേസിൽ നടത്തിയ പരീക്ഷണങ്ങൾ അംഗീകരിച്ചു. It was proved that there were particles smaller than atom. ഇത് എന്ത് തെളിയിച്ചു? ആറ്റത്തിനെക്കാട്ടിൽ ചെറിയ പാർട്ടിക്കിൾസ്, ചെറിയ കണങ്ങൾ ഉണ്ടെന്ന് ഇത് തെളിയിച്ചു. In 1996, he received the Nobel Prize in Physics for the discharge tube experiment and the discoveries that followed. അദ്ദേഹത്തിന് 1906 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചു. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാൻ സാധിക്കുമോ എന്ന് നോക്കുക. ഹൗ വാസ് ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് ഇലക്ട്രോൺസ് ഹാവ് മാസ്? എങ്ങനെയാണ് ഇലക്ട്രോണുകൾക്ക് മാസ് ഉണ്ടെന്ന് തെളിയിച്ചത്? ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു? ആ ഇതളുകളുള്ള വീല് വെച്ചപ്പോൾ ആ വീല് കറങ്ങിയപ്പോൾ അതിന് മനസ്സിലായി കാഥോഡ് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ടെന്ന് മനസ്സിലായി. രണ്ടാമത്തേത്, കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപ്പേക് ഒബ്ജക്ട്സ് പ്ലേസ്ഡ് ഇൻ ദെയർ പാത്ത്. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദിസ്? കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു ഒപ്പേക് ഒബ്ജക്ട് വെച്ചാൽ അതിൽ നിഴലുണ്ടാകുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എക്സ്പെരിമെന്റ് പഠിച്ചപ്പോൾ 4 ക്യാരക്ടേഴ്സിൽ പഠിച്ചായിരുന്നു, ഒരു ഒപ്പേക് ഒബ്ജക്ട് വെച്ചാൽ നിഴൽ ഉണ്ടാകുന്നു എങ്കിൽ അതിനർത്ഥം കാഥോഡ് റേസ് എങ്ങനെ വരുന്നതെന്നാ പഠിച്ചേ? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും കാഥോഡ് റേസിന്റെ സഞ്ചാരം. അതുകൊണ്ടാണ് എന്ത് വന്നത്? നിഴൽ വന്നത്. മുകളിലത്തെ ആൻസർ എന്തായിരുന്നു? ഇവയ്ക്ക് മാസ് ഉണ്ടാകുന്നതെന്ന് എങ്ങനെ തെളിയിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ വീൽ എന്തോ ചെയ്യും? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ വില്യം ക്രോക്സിന്റെ കാഥോഡ് റേസ് എക്സ്പെരിമെന്റും അതിലൂടെ കണ്ടെത്തിയ കാഥോഡ് റേസിന്റെ 4 ക്യാരക്ടേഴ്സുമാണ് പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്